മലയാളക്കരയുടെ ചരിത്രത്തിൽ തന്നെ നാളെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാനിരിക്കുന്ന ഈ കടപ്പുറത്തെ ചിന്തോദ്ദീപകമായ സായാഹ്ന സദസ്സിൽ വേദിയിൽ ഉപവിഷ്ടയായിട്ടുള്ള ശ്രീ മോഹൻലാലിന്റെ അമ്മയെ ഞാൻ ആദ്യമായി അഭിസംബോധന ചെയ്തുകൊള്ളട്ടെ. അതോടൊപ്പം ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അമ്മമാരെയും ആദരപൂർവം അഭിസംബോധന ചെയ്യുന്നു. വേദിയിലുള്ള കലാപ്രക്രിയയുടെ വിസ്മയവും മാനവിക തലവും നമ്മെ അത്ഭുതപ്പെടുത്തുമാറ് നമ്മുടെ കാലഘട്ടത്തിൽ അതിന്റെ ആവിഷ്കാരമായിട്ടുള്ള ശ്രീ മോഹൻലാൽ അവർകളെ, മലയാളിയുടെ പ്രശസ്തി ദേശാന്തരങ്ങളിൽ എത്തിച്ച യൂസഫ് അലി സാഹിബ്, മലയാളത്തിന്റെ കലാരംഗത്തും ഗാനസാഹിത്യ രംഗത്തും സുപ്രതിഷ്ഠിതമായ നാമത്തിന്റെ ഉടമ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ സത്യൻ അന്തിക്കാട്, മലയാളത്തിന്റെ സ്നേഹഗായകനായ ശ്രീ കൈതപ്രം, പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടിയിലെ എല്ലാം മുഖ്യശില്പി എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രതാപൻ MLA, പ്രിയങ്കരനായ സ്നേഹിതൻ, ഈ അമ്മമാരെ ഒരുമിച്ച് കൂട്ടുന്നതിന്റെ പിന്നിൽ ഏറെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട റഷീദ്, അഭിമന്യനായ ശ്രീ നന്ദകുമാർ, ബാദ്ഷാ, ശ്രീ ബാബു, ശ്രീ അനൂപ്, വേദിയിലെന്ന പോലെ സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഓർക്കുകയാണ്, എത്രയോ പരിപാടികളിൽ നമ്മൾ സംബന്ധിക്കുന്നുണ്ട്, ഏതൊക്കെയോ സദസ്സുകളിൽ നാം പോയി പങ്കാളികളാകുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. വേദിയിലേക്ക് നോക്കിയാൽ അസാധാരണത്വം, സദസ്സിലേക്ക് നോക്കിയാലും അസാധാരണത്വം. കേരളത്തിൽ വിദ്യാലയങ്ങളെപ്പോലെ വൃദ്ധസദനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടികക്കടപ്പുറത്ത് വൃദ്ധസദനങ്ങൾക്കെതിരായ സ്നേഹത്തിന്റെ താക്കീതാണ് ഇന്നത്തെ ഈ സായാഹ്നം ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ വീട്ടിൽ പരിപാലിക്കപ്പെടേണ്ട അമ്മ, വീട്ടിൽ പരിപാലിക്കപ്പെടേണ്ട അച്ഛൻ എങ്ങനെ വൃദ്ധസദനത്തിലെത്തി വൃദ്ധദമ്പതികളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമം പാസാക്കാൻ എങ്ങനെ നിർബന്ധിക്കപ്പെട്ടു എന്നിത്യാദി ചിന്താവിഷയങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി മലയാളികൾ കൂടുന്നിടത്ത് കേരളത്തിന് പുറത്തും വൃദ്ധസദനങ്ങളുടെ ആധിക്യത്തിനെതിരെ, വൃദ്ധദമ്പതിമാർ പരിപാലിക്കപ്പെടാത്ത സ്നേഹനിരാസത്തിനെതിരെ സംസാരിച്ചിട്ടുള്ളവരിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ ഈ സദസ്സ് എന്നെ ആവേശം കൊള്ളിക്കുകയും ഈ സദസ്സ് എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. അന്ധകാരത്തിനെതിരെ ഉയർത്തിയിട്ടുള്ള പ്രകാശഗോപുരമാണ് ഒരുമയുടെ ഈ സന്ദർഭം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുതൽ വീട്ടിൽ പെറ്റ തള്ളയെ ആട്ടിപ്പുറത്താക്കുന്ന സ്വഭാവം മലയാളിക്കില്ലാതായിരിക്കട്ടെ, അതിനുള്ള താക്കീതായി സദസ്സ് പരിണമിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും ഹൃദയപൂർവം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ മാനവ സംസ്കൃതിയുടെ അടിസ്ഥാനം മാതാവാണ്. മനുഷ്യനുണ്ടായത് മാതാവിൽ നിന്നാണ്. എല്ലാ പുണ്യചരിതന്മാരുടെയും, പ്രവാചകന്മാരോ വിപ്ലവകാരികളോ ആചാര്യന്മാരോ ആരാകട്ടെ, അവരെല്ലാം ജനിച്ചതും വികാസം കൊണ്ടതും ഒരമ്മയുടെ മടിത്തട്ടിലാണ്. അമ്മയുടെ മടിത്തട്ടാണ് വിദ്യാലയം. അവിടെ തന്നെയാണ് സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രം. അവിടെ തന്നെയാണ് വിശ്വവിദ്യാലയവും ആത്മവിദ്യാലയവും. മാനവന്റെ ഹൃദയ കേന്ദ്രം അമ്മയുടെ മടിത്തട്ടാണ്. പക്ഷേ ആധുനിക മനുഷ്യൻ അവന്റെ പല മൂല്യങ്ങളും തിരസ്കരിച്ചപ്പോൾ വീടുകളിൽ നിന്ന് അമ്മക്ക് പടിയിറങ്ങേണ്ടി വരുന്ന ദുരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തൊരു വലിയ വൃദ്ധസദനമുണ്ട്. അവിടെ പാർക്കുന്നവരിൽപ്പെട്ട ഒരമ്മയോട് ഒരു ടെലിവിഷൻ വാർത്താ ചാനലിന്റെ പ്രതിനിധി ഒരിക്കൽ നടത്തിയ ഇന്റർവ്യൂ കാണുവാൻ എനിക്ക് അവസരമുണ്ടായി. അതിൽ ടെലിവിഷൻ ചാനലിന്റെ പ്രതിനിധി ആ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന്. തോരാത്ത കണ്ണുനീരും ഏങ്ങലടിച്ചുകൊണ്ടുള്ള കരച്ചിലുമായിരുന്നു അതിനുള്ള മറുപടി.
ഏങ്ങലടിച്ചുകൊണ്ട് ആ മാതാവ് പറഞ്ഞു, എന്റെ മോൻ വിളിച്ചാൽ ഞാൻ പോകും എന്ന്. ഈ ഒരു ദുരന്തം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഈ മനുഷ്യൻ എത്ര വലിയവനായി തീർന്നാലും 9.5 മാസക്കാലത്തോളം അവനവന്റെ മാതാവിന്റെ ഗർഭഗൃഹത്തിലായിരുന്നു. ആ ഗർഭഗൃഹത്തെ അറബ് ഭാഷയിൽ റഹം എന്നാണ് വിളിക്കുന്നത്. റഹം എന്ന വാക്ക് അറബിയിൽ മറ്റൊരർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്, കാരുണ്യം എന്ന്. കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം ഗർഭാശയമാണ്. ഇന്ന് വേറെയും ഒരു വലിയ ദുരന്തം ഇന്ത്യ രാജ്യത്തും മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്നു. അതിനെതിരെ ചിന്തിക്കാനും ഒരുമയുടെ ഈ സായാഹ്നത്തിൽ നമുക്ക് സാധിക്കേണ്ടതാണ്. കുഞ്ഞ് പെണ്ണാണോ എന്ന് മുൻകൂട്ടി പരിശോധിച്ച് ജനിക്കാൻ പോകുന്ന, പിറവിയെടുക്കാൻ പോകുന്ന കുഞ്ഞ് നാളെ ഒരുപാട് മനുഷ്യർക്ക് മാതാവാകാൻ പോകുന്ന ഒരു പെൺ സന്താനമാണെന്നറിഞ്ഞാൽ കുട്ടിയെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുന്ന പെൺ ഭ്രൂണഹത്യ, ഫീമെയിൽ ഫൊയറ്റിസൈഡ്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത പാർലമെന്റുകൾ ഇന്ന് ലോകത്ത് വിരളമാണ്. ഇന്ത്യയുടെ പാർലമെന്റിലും ഇത് ചൂടുപിടിച്ച ചർച്ചകൾ ഉയർത്തിയിട്ടുണ്ട്. പാർലമെന്റിന്റെ മുമ്പാകെ വെച്ച ഒരു കടലാസ് അനുസരിച്ച് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത്, ഞാൻ ആ സംസ്ഥാനത്തിന്റെ പേര് പറയുന്നില്ല, ഒരു പുതിയ ആശുപത്രി ഉയരുന്നുവെങ്കിൽ അത് പെൺ ഭ്രൂണഹത്യക്ക് വേണ്ടി മാത്രം ഉയരുന്ന ആശുപത്രിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നാട്ടിക കടപ്പുറത്തെ ഈ അമ്മമാരുടെ മഹാസാന്നിധ്യത്തെ, ഈ സ്നേഹ സാന്നിധ്യത്തെ, അതിന്റെ അമൂല്യമായിട്ടുള്ള അവസ്ഥയെ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ ജനിച്ച ശേഷമാണ് പെൺകുഞ്ഞിനെ പൗരാണികരായ ചില ആളുകൾ കൊന്നിരുന്നത്. ഇന്ന് അവൾക്ക് ജനിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട് കാരുണ്യത്തിന്റെ ഇടമായ ഗർഭാശയം കുഞ്ഞിനെ കൊല്ലുന്ന കൊലയുടെ ആലയമായി മാറുമ്പോൾ ഞാൻ ഇവിടെ ഈ വലിയവർ സന്നിഹിതരായിട്ടുള്ള എത്രയോ സ്നേഹത്തെക്കുറിച്ച് പറയുകയും സ്നേഹത്തെ തന്റെ ഭാവങ്ങളെ കൊണ്ട് വരച്ചു കാട്ടുകയും ചെയ്തിട്ടുള്ള ശ്രീ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ, അങ്ങനെ ഒരു വലിയ കലാചക്രവർത്തിയെ നാടിന് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ, ഇന്നും തന്റെ ഉമ്മയുടെ നിഴലിൽ ജീവിക്കുന്നുവെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള യൂസഫ് അലി സാഹിബിന്റെ സാന്നിധ്യത്തിൽ, കൈതപ്രത്തിന്റെ അമ്മ എനിക്ക് പരിചയമുള്ള ആളാണ്. ഒരിക്കൽ കൈതപ്രത്തിന്റെ അമ്മ അടുപ്പിൽ ഊതി തീ പുകക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ഞാൻ പാർലമെന്റ് അംഗമായിരുന്ന സമയത്ത് ഒരു ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയുണ്ടായി. പക്ഷെ അതല്ല വിശേഷം. അതിനെക്കുറിച്ച് എത്രയോ സ്ഥലങ്ങളിൽ കൈതപ്രം സ്നേഹവായ്പോടെ സംസാരിച്ചിട്ടുണ്ട്. അടുപ്പിലൂതുന്ന എന്റെ അമ്മയുടെ മുമ്പിൽ ആശ്വാസമായി എത്തിയ ആ ഒരു ചെറിയ സംഗതിയെക്കുറിച്ച്. ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന ശ്രീ പ്രതാപൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല, സംസാരം അദ്ദേഹത്തിന് തുടരാൻ കഴിയാതെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അമ്മയുടെ ഒരു നിഴലിലാണ് ഈ ലോകത്തെ മഹാന്മാരായ പുത്രന്മാരെല്ലാവരും ജനിക്കുകയും വളരുകയും ചെയ്തിട്ടുള്ളത്. പെറ്റ തള്ളയുടെ മുലപ്പാലിന്റെ രുചി അറിയാത്ത ഒരുത്തനോടും പ്രപഞ്ചം മാപ്പ് കൊടുത്തിട്ടില്ല എന്ന വിശ്വസത്യം തിരിച്ചറിയാൻ നമുക്കിനിയും കാലം വൈകിക്കൂടാ എന്ന് സൂചിപ്പിക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേവലം ഒരു സദസ്സല്ല. ഇവിടെ ആസ്വാദനത്തോടെ തടിച്ചുകൂടിയ ചെറുപ്പക്കാരോടും ഞാൻ പറയുന്നു, ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരു വലിയ നടന്റെ സാന്നിധ്യം നിങ്ങൾ ഉല്ലാസത്തോടെ കാണുന്നതിൽ ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നില്ല. പക്ഷേ സാധാരണ സദസ്സുകളിൽ എത്തിയിട്ടുള്ള മോഹൻലാൽ അല്ല ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾക്കും സാധിക്കുമെങ്കിൽ തീർച്ചയായും അമ്മയുടെ കൈപിടിച്ച് ഇങ്ങോട്ട് അദ്ദേഹം കയറി വന്നിട്ടുള്ളത് മാതൃത്വത്തിന്റെ സന്ദേശത്തെ വാനത്തോളം വിളംബരം ചെയ്യാനാണ് എന്ന സത്യം മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിലകൊള്ളാനും നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് നാട്ടികയുടെ ഈ സായാഹ്നത്തിൽ നിന്ന് 1000 തിരികൾ മോഹൻലാലിന്റെ അമ്മ ഇവിടെ കൊളുത്തിവെച്ചത് ഒരു തിരിയല്ല. പൂർണ്ണമിദം പൂർണ്ണമിദസ്യ പൂർണ്ണമിദഃ ഓം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. ഒരു പൂർണ്ണതയിൽ നിന്ന് 1000 പൂർണ്ണതകൾ കത്തിച്ചെടുക്കുന്ന, ഒരു സ്നേഹത്തിരിയിൽ നിന്ന് 1000 സ്നേഹത്തിരികൾ കത്തിച്ചെടുക്കുന്ന ഒരു സായാഹ്നമായി അമ്മയെ സ്നേഹിക്കുന്ന ഈ സായാഹ്നം മാറുമെന്ന് ഞാൻ തീർച്ചയായും അഭിലഷിക്കുകയാണ്. അതുകൊണ്ട് ഈ സദസ്സ് കൊണ്ടുണ്ടായി തീരേണ്ട ഏറ്റവും വലിയ പ്രത്യേകത, അമ്മക്ക് പാർക്കാനുള്ള ഇടം വൃദ്ധസദനമല്ല. ആ അമ്മ വളർന്ന സ്വന്തം കുടിലാണ്, അമ്മയുടെ വീടാണ്, അമ്മ പെറ്റു വളർത്തിയ മക്കളാണ്, അമ്മ കഞ്ഞി കൊടുത്ത് പോറ്റി വളർത്തിയ മക്കളാണ്. അമ്മയുടെ നെഞ്ച് തലോടാൻ, അമ്മയെ താങ്ങിയിരുത്താൻ, അമ്മയെ മാറോട് ചേർക്കാൻ
ഞാൻ എന്റെ മാതാവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പഠിക്കുന്ന കാലത്ത് ഒരു കൊല്ലം നഷ്ടപ്പെടുത്തിയ ആളാണ്. വീട്ടിൽ നിന്ന് അല്പം ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ ചേർത്തു. എനിക്ക് ഇടക്കിടക്ക് മാതാവിനെ കാണണം, ഉമ്മയെ കാണണം. അതൊരു രോഗം പോലെ, ഒരാധി പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, അറിയിക്കാൻ കഴിയാത്ത ഒരു വികാരം പോലെ വന്നപ്പോ ഒരു കൊല്ലം അധ്യയന വർഷം നഷ്ടപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ എന്റെ മാതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരെ ഓർക്കുമ്പോൾ അതൊരു നഷ്ടമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ കേരള ജന്മം നൽകിയ ചിന്തകന്മാരിൽ, ദാർശനികന്മാരിൽ അദ്വിതീയനായ ശ്രീശങ്കരൻ തന്റെ അമ്മയുടെ അന്ത്യവേളയിൽ അമ്മയുടെ മുമ്പിൽ തിരിച്ചെത്തി. ആര്യാമ്പ അന്ത്യശ്വാസത്തിന്റെ സന്ദർഭത്തിലായിരുന്നു. ആ അവസരത്തിൽ അമ്മ ഒരു ചോദ്യം ചോദിച്ചു മകനോട്. നമ്മളോട് നമ്മുടെ മാതാക്കൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിക്കുക എന്ന് ചിന്തിക്കാൻ ഈ സദസ്സിലെ സഹോദരങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അമ്മ ചോദിച്ചു, മോനെ, നിന്നെ ഞാൻ പെറ്റു, നിന്നെ ഞാൻ പോറ്റി വളർത്തി, എന്താണ് നീ എനിക്ക് പകരം നൽകുക? സർവജ്ഞ പീഠമേറിയ ശങ്കരനോട്, വിജ്ഞാനത്തിന്റെ ഏഴാകാശങ്ങളെ ജയിച്ചടക്കിയ ശ്രീശങ്കരനോട് അദ്ദേഹത്തിന്റെ അമ്മയായ സാധാരണ സ്ത്രീയുടെ ചോദ്യമാണ്, നിന്നെ പെറ്റതിന്, നിന്നെ പോറ്റി വളർത്തിയതിന് എന്താണ് മോനെ നീ എനിക്ക് പകരം നൽകുക? അതിന് പകരമായി ശങ്കരൻ മൊഴിഞ്ഞത് ഒരു ശ്ലോകമാണ്. നൈരുച്യം തനു ശോഷണം മലമയി ശയ്യാച്ച സാംവത്സരി. അമ്മേ, എന്നെ ഗർഭം ചുമന്നപ്പോൾ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നു അമ്മേ. നൈരുച്യം തനു ശോഷണം, തത്ഫലമായി ഭക്ഷണം വേണ്ടത്ര കഴിക്കാത്തത്